പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഹുമൈറ അബ്ദുൽ വാഹിദ്. നമ്മുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് പ്രചോദനമാകുമ്പോഴാണ് നമ്മിൽ വിശ്വാസ്യതയുണ്ടാകുന്നത്. അതാണ് മൈ വോയിസ്. നാം ഒരാളെ കാണുകയാണെങ്കിൽ ചെറുപുഞ്ചിരിയോടെ വരവേൽക്കുമ്പോഴാണ് ആ കാഴ്ചയ്ക്ക് കൂടുതൽ ഭംഗിയുണ്ടാകുന്നത്. നമുക്കറിയാം, മാന്യമായി സംസാരിക്കുമ്പോഴാണ് സൗഹൃദങ്ങൾ വ്യാപിക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ കരുണ കാണിക്കുകയാണെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന നബിവചനം പരസ്പരം കാരുണ്യത്തിൻ്റെ മഹത്വം ഓർമ്മിപ്പിക്കപ്പെടുന്നു. ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീർ തമാശ രൂപേണ തൻ്റെ ഉമ്മയെ മാതാവേ എന്ന് വിളിച്ചു. അങ്ങനെ അഭിസംബോധന ചെയ്തപ്പോൾ ആ ഉമ്മക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അടുക്കളയിൽ പോയി കൈൽക്കണ കൊണ്ട് ബഷീറിനെ അടിച്ചു. അത്രക്കും വാക്കിനും നോട്ടത്തിനുമുണ്ട് മാതാവിനോടുള്ള ആദരവ്. നമുക്കറിയാം, മാതാവ് ഒരു പാഠശാലയാകുന്നു. ബുദ്ധി കൊണ്ടും ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും കരുത്ത് നേടിയവരാണ് ഓരോ മാതാവും. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും മാതാവിനോട് തന്നെയാണ്. ഒരമ്മക്ക് 4 മക്കളാണെങ്കിൽ വ്യത്യസ്തരായിരിക്കും അഭിരുചികളും ഭാവങ്ങളും. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ്. നാം കുട്ടികളെ നീ എന്താ അവനെ പോലെ ആവാത്തത് എന്ന് പഴി പറയേണ്ടതില്ല എന്ന് ചുരുക്കം. കമല സുരയ്യയുടെ കമലദാസ് എന്ന തൂലിക നാമത്തിൽ മിഡിൽ ഏജ് എന്ന ഇംഗ്ലീഷ് കവിതയുണ്ട്. അതിൽ പറയുന്നത്, ഒരമ്മ മധ്യവയസ്സിലെത്തുന്നത് ശരീരത്തിൽ ചുളിവുകൾ വരുമ്പോഴല്ല, പകരം അവരുടെ കുട്ടികൾ അവരോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഇന്നത്തെ ലോകത്ത് ചിന്തിക്കേണ്ട വിഷയമാണ്. സോഷ്യൽ മീഡിയ മനുഷ്യ മനസ്സുകളെ സ്വാധീനം ചെയ്യുമ്പോൾ നാം ആദരിക്കേണ്ട വ്യക്തിത്വങ്ങളെ വേണ്ടത്ര പരിഗണിക്കാത്ത പല സംഭവങ്ങളും നിത്യേന കാണുന്നു എന്നത് വളരെ ആശങ്കാകുലകമാണ്. നാം കുട്ടികൾക്ക് വിഷ്വലായി പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുമ്പോൾ, അവർ അനുകരിക്കുമ്പോൾ പല കാര്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും. പരസ്പരം സഹായിക്കുന്നതും ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതും കുടുംബബന്ധങ്ങൾ ചേർക്കുന്നതും ദൈവിക പ്രാർത്ഥനകൾ എല്ലാം തന്നെ അവരെയും ഉൾപ്പെടുത്തി ചെയ്യിപ്പിക്കലാണ് ഓരോ മാതാപിതാക്കളും അനുവർത്തിക്കേണ്ടത്. കുറ്റം കണ്ടെത്തുകയല്ല, പരിഹാരം നിർദ്ദേശിക്കുകയാണ് വേണ്ടത്. കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയും. പ്രശസ്ത മോട്ടിവേറ്ററായ ഹെൻറി ഫോർഡിൻ്റെ ശ്രദ്ധേയമായ വാക്കുകളാണ്: നാം എഴുതുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് നമുക്ക് സന്തോഷമാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ പ്രവർത്തിക്കുക. ഒരാളുടെ വയസ്സ് 20 ആവട്ടെ 80 ആവട്ടെ, ദിവസവും പുതുതായി എന്തെങ്കിലും പഠിക്കുന്നുവെങ്കിൽ അയാൾ ചെറുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഒരാളുടെ വയസ്സ് 20ഓ 30ഓ വളരെ ചെറുപ്പമാണെങ്കിലും ഒന്നും പഠിക്കുന്നില്ലെങ്കിൽ അകാലത്തിൽ വൃദ്ധനായിരിക്കും. ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും അടയാളപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കാലക്രമേണ കുറഞ്ഞു വരുന്നു. നമ്മളെക്കൊണ്ട് ഒരാൾക്കെങ്കിലും പ്രയോജനമുണ്ടാവണം. ചുരുങ്ങിയത് നല്ല വാക്കുകൾ കൊണ്ടെങ്കിലും ആശ്വസിപ്പിക്കണം. സ്നേഹസ്മൃതമായ സമീപനം കൊണ്ട് ശത്രുവിനെ മിത്രമായി മാറ്റണം. ക്രിയാത്മകമായ ഇടപെടലിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. തുടങ്ങിയ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ചിന്തയിൽ വരേണ്ടതാണ്. നമുക്കറിയാം, തൊട്ടിൽ മുതൽ ശ്മശാനം വരെ വിദ്യാഭ്യസിക്കുക എന്ന മുഹമ്മദ് നബിയുടെ വചനം പ്രചോദനാത്മകമാണ്. വായിക്കുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന പണിക്കരുടെ വാക്യം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. വായനയിലൂടെയും തിരിച്ചറിവിലൂടെയും മനോഭാവത്തിലൂടെയും ലക്ഷ്യബോധമുള്ളവരായി മാറട്ടെ. താങ്ക് യു.